ചേതൻ, എന്താണ് കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാരുടെ വിവരങ്ങൾ? ഒപ്പം തന്നെ പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും കണക്കുകളൊക്കെ നമ്മളിങ്ങനെ കൗതുകത്തോടെ കാത്തു നിൽക്കുകയാണ്. തീരുമാനങ്ങൾ മാറിമറിയുമോ എന്നൊക്കെ അറിയാനായിട്ട്. തീർച്ചയായും മനു, നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി. ഇന്നത്തോടുകൂടി മുഴുവൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എല്ലാ അധ്യക്ഷന്മാരെ പറ്റിയുള്ള മുഴുവൻ ചിത്രവും നമുക്ക് വ്യക്തമാവുന്നതായിരിക്കും. 10:30 എല്ലാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDFിൻ്റെ അഡ്വക്കേറ്റ് പി ശാരുതി പന്തീരങ്കാവിൽ നിന്ന് വിജയിച്ച ആളാണ്. പി ശാരുതിയായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ CPIയിലെ അഞ്ജിത ഷനൂപ് കടലുണ്ടി വാർഡിൽ നിന്ന് ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയാണ്. അഞ്ജിത ഷനൂപാണ് LDFിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൻ്റെ മില്ലി മോഹൻ, കോടഞ്ചേരിയിൽ നിന്ന് വിജയിച്ച മില്ലി മോഹനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായ KK നവാസ് നാദാപുരത്ത് നിന്ന് വിജയിച്ച വ്യക്തി കൂടിയാണ്. ഇദ്ദേഹമായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. കണക്കുകൾ പരിശോധിച്ചാൽ ഇവിടെ UDFനാണ് മുൻതൂക്കം. 28 ഡിവിഷനിലുള്ള ജില്ലാ പഞ്ചായത്തിൽ UDFന് 15 സീറ്റുകളാണ് ഉള്ളത്. സ്വാഭാവികമായും മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അവർ തന്നെ UDF തന്നെയായിരിക്കും അധികാരത്തിൽ വരാനുള്ള സാധ്യതയും. ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോവുകയാണെങ്കിൽ 12 ഡിവിഷനുകളാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ളത്. ഇതിൽ LDFനാണ് ആധിപത്യം എന്നത് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. LDFന് 7 സീറ്റുകളുണ്ട്, UDFന് 2 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥലങ്ങൾ, അതാണ് നമ്മളെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് വടകര ബ്ലോക്ക് പ്രസക്തമാകുന്നത് അതൊക്കെ ഏത് ഡിവിഷനുകളാണ്? അതായത് ആർക്കും ഭൂരിപക്ഷമില്ലാതെ ഒരുപോലെ നിൽക്കുന്ന സ്ഥലങ്ങൾ, സ്വതന്ത്രന്മാരും വിമതന്മാരായി മത്സരിച്ചവരൊക്കെ നിർണായകമാകുന്ന ഇടങ്ങൾ, അതൊക്കെ ഏതൊക്കെയാണ്? തീർച്ചയായും ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തെക്കുറിച്ച് കണക്കുകൾ പറയുകയാണെങ്കിൽ 3 സ്ഥലത്താണ്, 3 ബ്ലോക്ക് പഞ്ചായത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ല. അത് ഒന്ന് വടകര, അവിടെ 7-7 LDFനും 7, UDFനും 7. ബാലുശ്ശേരി 8-8. അതുപോലെ തന്നെ പേരാമ്പ്ര 7-7. ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സർപ്രൈസ്. ഇവിടെ ആര് അധികാരത്തിൽ വരും, ആര് അധ്യക്ഷരാകും എന്ന കാര്യമാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചിന്തിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെ 70 സീറ്റുകൾ ഉള്ളിടത്ത് ഇതിൽ ഗ്രാമപഞ്ചായത്തിൽ 4 ഗ്രാമപഞ്ചായത്തുകളിലാണ് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ ഉള്ളത്. അതിൽ ഒന്നാമത്തത് തിരുവള്ളൂരാണ്. ഇവിടെ 11-11. കോട്ടൂരിൽ 10-10 ആണ്. മൂന്നാമത്തത് മൂടാടി 10-10. നന്മണ്ട 8-8. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്ത് 2 BJP കൗൺസിലർമാരാണ് ഉള്ളത് എന്നുകൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. തിരുവമ്പാടിയിലാണെങ്കിൽ 9-9-1. തിരുവമ്പാടിയിലാണ് വിമതനുള്ളത്, UDF വിമതനാണ്. എന്നാൽ അദ്ദേഹം നിലവിൽ പ്രഖ്യാപിച്ചത് UDFനാണ് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചത്. മനു സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരത്തിൽ ഭൂരിപക്ഷമില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തുകളിലും മറ്റ് ഗ്രാമപഞ്ചായത്തിലും ഏത് കക്ഷികൾ പ്രസിഡന്റുമാരാകും, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരാകും എന്ന കാര്യമാണ്. ഒരു പക്ഷേ നറുക്കെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കാം മനു.